കിട്ടുന്നതെന്ന്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് സ്റ്റോക്കിന്റെ ഒരു പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണ്? ₹1 ഞാൻ റിസ്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ₹4 കിട്ടണം, അല്ലെങ്കിൽ ₹3 കിട്ടണം. ചില ആളുകളാണെങ്കിൽ ₹2 കിട്ടിയാൽ മതി എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ എങ്ങനെയായാലും ₹1 ഞാൻ റിസ്ക് ചെയ്യുകയാണെങ്കിൽ 50 പൈസ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലല്ലോ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നമ്മളുടെ മിക്ക ആളുകളുടെയും ഷാർപ്പ് പേ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഈ ₹1 റിസ്ക്കും 50 പൈസ റിട്ടേണും എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറിങ് ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോ സ്ട്രക്ചറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മളുടെ മിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും ചിലപ്പം പോർട്ട്ഫോളിയോ നഷ്ടത്തിലായിരിക്കും. അല്ലെങ്കിൽ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റർ ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് വളരെ ഉറപ്പുണ്ട് നമ്മളിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ആ 100 പേരിൽ 3-4 പേര് മാത്രമാണ് ഈ ഒരു സംഗതി ചെയ്യുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്ത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക്കിൽ പെടുന്ന കാര്യമാണ്, ബേസിക് ഫൗണ്ടേഷണൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോർട്ട്ഫോളിയോ ബാലൻസിങ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സ്ട്രക്ചറിങ് എന്നെല്ലാം പറയും. അതായത് ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു 5 ലക്ഷം രൂപ കുറച്ച് ഷെയർസിൽ നിക്ഷേപിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിലുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ടാവുക എങ്ങനെയാണ്, ഞാൻ 10 സ്റ്റോക്കാണ് വാങ്ങിക്കാൻ വിചാരിക്കുന്നത്, 5 ലക്ഷമാണ് എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ. സോ എല്ലാവരും വളരെ എളുപ്പത്തിന് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓക്കെ 5 lakhs ഡിവൈഡഡ് ബൈ 10, അപ്പോൾ ഒരു സ്റ്റോക്കിൽ 50,000 രൂപ വെച്ചിട്ട് ഇടാമെന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ സ്ട്രക്ചറിങ് വെച്ചിട്ട് നോക്കുന്നത്. അതായത് ഇത് ബേസ് ചെയ്യുന്നത് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്. തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാർക്കോവിറ്റ്സ് ആണ്. ദ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയും. വളരെ വലിയൊരു സിദ്ധാന്തമാണ് ഇത്. ഫൈനാൻസിൽ ഭയങ്കരമായിട്ട് ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തീസിസ് ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. സോ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിക്ഷേപിക്കുന്ന സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഏറ്റവും നല്ല ഒരു റേഷ്യോയിൽ വേണം നമ്മൾ നിക്ഷേപിക്കാൻ എന്നുള്ളതാണ്. അതായത് ആ ഒരു സ്റ്റോക്കുകളുടെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിട്ടേണും ഹിസ്റ്റോറിക്കൽ റിസ്ക്കും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുകയും ഏറ്റവും കുറഞ്ഞ റിസ്ക് കിട്ടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ എന്നുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരുപാട് ആളുകളുടെ പോർട്ട്ഫോളിയോ ഞാൻ വെറുതെ ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വെച്ച് നോക്കിയിട്ടുണ്ട്. പലരുടെയും സ്കോർ അല്ലെങ്കിൽ ഷാർപ്പ് പേ റേഷ്യോ എന്ന് പറയുന്നത് 1 താഴെയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാർപ്പ് പേ റേഷ്യോ 1 താഴെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന റിസ്കിൻ്റെ അത്ര പോലും നമുക്ക് റിട്ടേൺ അതിലില്ല എന്നുള്ളതാണ്. അതായത് 0.80 എന്നാണെങ്കിൽ ₹1 നമ്മൾ റിസ്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിട്ടേൺ 80 പൈസ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഭൂരിഭാഗം ആളുകളുടെയും പോർട്ട്ഫോളിയോ ഷാർപ്പ് പേ റേഷ്യോ എന്ന് പറയുന്നത് ഫേവറബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം കോമ്പോസിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറിങ് നല്ല രീതിയിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അലോക്കേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കുക. കുറച്ച് തിയററ്റിക്കൽ ആയിരിക്കും, പക്ഷേ മനസ്സിരുത്തിയിട്ട് കേട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എടുക്കാം, മൾട്ടിപ്പിൾ സമയത്ത് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ പേഴ്സണലി. അതുപോലെ തന്നെ നമ്മളുടെ പ്രീമിയം സർവീസസിൽ പെടുന്ന ഒരു സർവീസാണ് ഈ പോർട്ട്ഫോളിയോ സ്ട്രക്ചറിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ മാർക്ക് ചെയ്ത് തരിക എന്നുള്ളതൊക്കെ, യൂസിങ് സം ഫിനാൻഷ്യൽ മോഡൽസ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനത്തെ സർവീസസ് ഒക്കെ എടുക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ മെയിൻ വീഡിയോ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാമ്പിൾ ഡിസൈനിങ് ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചറിങ് ഓഫ് എ പോർട്ട്ഫോളിയോ ആണ്. ഇതൊരിക്കലും ഇവിടെ കാണുന്ന സ്റ്റോക്കുകൾ ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ദിസ് ഈസ് പ്യൂർലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അതായത് ഈ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസും ഈ പറഞ്ഞ പോലെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി മാർക്കോവിറ്റ്സിൻ്റെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ സ്റ്റോക്കുകൾ. സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ₹1,00,000 ക്യാപിറ്റൽ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് 10 സ്റ്റോക്കുകളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ആ 10 സ്റ്റോക്കാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളുടെ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ഈ ₹1,00,000 ഡിവൈഡഡ് ബൈ 10, അപ്പോൾ ഓരോന്നിനും 10% വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് പെർസെൻറ്റേജ് റിട്ടേൺ, അല്ലെങ്കിൽ പോസിബിലിറ്റി ആണ് കേട്ടോ, ഇത് പാസ്റ്റ് ഡാറ്റ വെച്ചിട്ടാണ് നോക്കുന്നത്. സോ നമ്മളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ട് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിസ്ക് എത്രത്തോളമാണ് വരുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് സ്റ്റോക്കിൻ്റെ ഒരു പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണ്, ₹1 ഞാൻ റിസ്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ₹4 കിട്ടണം, അല്ലെങ്കിൽ ₹3 കിട്ടണം. ചില ആളുകളാണെങ്കിൽ ₹2 കിട്ടിയാൽ മതി എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ എങ്ങനെയായാലും ₹1 ഞാൻ റിസ്ക് ചെയ്യുകയാണെങ്കിൽ 50 പൈസ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലല്ലോ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നമ്മളുടെ മിക്ക ആളുകളുടെയും ഷാർപ്പ് പേ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ
ഈ ₹1 റിസ്ക്കും 50 പൈസ റിട്ടേണും എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറിംഗ് ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോ സ്ട്രക്ചറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മളുടെ മിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും ചിലപ്പം പോർട്ട്ഫോളിയോ നഷ്ടത്തിലായിരിക്കും. അല്ലെങ്കിൽ അത്തരം നല്ല ക്വാളിറ്റി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിച്ച അത്ര പൊട്ടൻഷ്യൽ റിട്ടേൺ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതായത് ഞാൻ ഒരുപാട് സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചു. അല്ലെങ്കിൽ ഈ ഒരു 10 സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചു. എൻ്റെ അലോക്കേഷൻ പെർസെന്റേജ് ശരിയല്ലെങ്കിൽ ഈ 10 സ്റ്റോക്കിന് തരാവുന്ന ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ എനിക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വളരെ എന്താ പറയുക പ്രാക്ടിക്കലി അനലൈസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മളുടെ ഫൈനാൻഷ്യൽ മോഡൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ മനസ്സിരുത്തിയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ സമയം കളയാതെ നമുക്ക് പോകാം. ആദ്യത്തെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ആദ്യത്തെ മെത്തേഡ് കൺവെൻഷണൽ മെത്തേഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡ് 10% വെച്ചിട്ട് എല്ലാത്തിലേക്കും ഇടുക എന്നുള്ളതാണ്. 1 lakh ആണ് എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ. എസ്പെഷ്യലി ദിസ് വിൽ ബി യൂസ്ഫുൾ അറ്റ് ദിസ് ടൈം ബിക്കോസ് ദിസ് ഈസ് എ വെരി ഗുഡ് ടൈം ഫോർ സ്റ്റാർട്ടിങ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കറക്റ്റായി നിൽക്കുകയാണ്. ഒരുപാട് സ്റ്റോക്കുകൾ നല്ല അണ്ടർ വാല്യൂഷനിൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു നല്ലൊരു മെത്തേഡ് കൂടിയാണ് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഈ ഒരു ഇതിൽ ഈ 10 സ്റ്റോക്കുകൾ നമ്മൾ എടുത്തു. ഇനി അതിൻ്റെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ നമ്മളുടെ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. ഫൈനാൻഷ്യൽ മോഡലിംഗിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. എല്ലാ സ്റ്റോക്കിലും നമ്മൾ എടുത്തിട്ടുള്ളത് 10% ആണ്. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ലെറ്റ്സ് സി എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 54%ഉം എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതായത് റിസ്ക് എന്ന് പറയുന്നത് 24%ആണ്. അതായത് 2ആണ് ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന 10 സ്റ്റോക്കിൽ 10% വെച്ചിട്ട് അതായത് 10,000 രൂപ വെച്ചിട്ട് എൻ്റെ 1 lakh ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. 2 എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ 24% റിസ്ക് 54% റിട്ടേൺ എന്നുള്ളത്. അതായത് ഞാൻ റിസ്ക് ചെയ്യുന്ന ₹1 എനിക്ക് കിട്ടുന്നത് ₹2 എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോ ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പല ആളുകളും അവരുടെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ചെയ്ത് നോക്കാൻ പറയുമ്പം ഒരുപാട് പേർക്ക് 1ൻ്റെ താഴെയാണ് ഷാർപ്പ് റേഷ്യോ വരുന്നത്. അതായത് ആ ഒരു പോർട്ട്ഫോളിയോ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? 2ആണ് നമുക്ക് കിട്ടുന്ന ഷാർപ്പ് റേഷ്യോ. അതായത് ₹2 ₹1 റിസ്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. പക്ഷേ മാക്സ് ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 4.5 ആണ്. അതായത് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ആണ്. അതായത് ഇത്രയും സ്റ്റോക്കുകൾ വെച്ചിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റോക്കിൽ 23%, രണ്ടാമത്തെ സ്റ്റോക്കിൽ 34% ഇടുക, മൂന്നാമത്തെ സ്റ്റോക്കിൽ 41% ഇട്ട് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊന്നും നമ്മൾ എടുക്കണമെന്നില്ല. ഇനി എടുത്താലും എത്രയാണ് അതിൻ്റെ റിട്ടേൺ എന്നുള്ളത് നമുക്ക് താഴെ കാണാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടു 2 ആണ് നമുക്ക് വന്നിട്ടുള്ള ഷാർപ്പ് റേഷ്യോ. രണ്ടാമത്തെ കേസിൽ നമുക്ക് കാണുന്നുണ്ട് 4 ആണ്. അതായത് ഭയങ്കര ഹൈ ആണ് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു ബ്ലൂ ലൈനും റെഡ് ലൈനും നമുക്ക് കാണുന്നുണ്ട്. ഈ ബ്ലൂ ലൈൻ എന്നുള്ളത് എന്താണ് മെൻഷൻ ചെയ്യുന്നത്? നമ്മൾ കൊടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഓരോ സ്റ്റോക്കിലും 10,000 രൂപ വെച്ചിട്ടാണ് ഞാൻ ഇടുന്നുള്ളൂ എന്ന്. അതാണ് ഈ ബ്ലൂ ലൈനിൽ കാണിക്കുന്നത്. അവിടെ റിസ്ക് കൂടുതലാണ്, റിട്ടേൺ വളരെ കുറവാണ്. കണ്ടില്ലേ 2 ആണ്. രണ്ടാമത്തെ കേസിൽ റിട്ടേൺ കൂടുതലാണ്. ഒന്നാമത്തതിൻ്റെ അത്ര തന്നെ റിസ്കേ അതിന് വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുക റിസ്ക് എന്ന് പറയുന്നത് 24%ൻ്റെ അടുത്താണ്. രണ്ടാമത്തതിൻ്റെ 25 ആണ്. ചെറിയ മിനിമൽ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ റിട്ടേൺ 119 ആണ്. ഇരട്ടി റിട്ടേൺ ആണ്. ആദ്യത്തിൻ്റെ കേസിലുള്ളതിനേക്കാൾ ഇരട്ടി റിട്ടേൺ ആണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വെച്ചിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ബാലൻസിങ്ങിന് അല്ലെങ്കിൽ സ്ട്രക്ചറിങ്ങിന് ഉള്ളത് എന്നുള്ളതാണ്. സോ ഈ ഒരു തിയറി നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നിന്ന് പല സ്റ്റോക്കുകളും വിറ്റ് ഒഴിവാക്കാനും അഡീഷൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പവർഫുൾ ടൂളാണ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നതാണിത്. പൊതുജനങ്ങൾ അങ്ങനെ കൂടുതൽ ഇതിനെക്കുറിച്ച് അവെയർ അല്ല എന്നുള്ളതാണ്. അവെയർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് മിക്ക സമയത്തെയും നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ പെട്ടെന്ന് റെഡായി പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ പ്രൊവൈഡഡ് പോർട്ട്ഫോളിയോയിൽ നമ്മൾ എല്ലാത്തിലും 10% ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 2 ആണ് ഷാർപ്പ് റേഷ്യോ. മറ്റേ കേസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 സ്റ്റോക്കുകളിലാണ്. 3 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റിട്ടേൺ പോസിബിലിറ്റി എന്ന് പറയുന്നത് 120% ആണ്. റിസ്ക് എന്ന് പറയുന്നത് 25%. ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് 4.5. അതായത് ₹1 നമ്മൾ റിസ്ക് ചെയ്യുകയാണെങ്കിൽ ₹4.5 റിവാർഡ് കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പുറത്തെ കേസിൽ എന്താണ്? ₹1 നമ്മൾ റിസ്ക് ചെയ്യുകയാണെങ്കിൽ എത്രയാ? ₹2.5 കിട്ടാനുള്ള ₹2 കിട്ടാനുള്ള സാധ്യതയെ നമുക്കുള്ളൂ എന്നുള്ളതാണ്. സോ 2 സ്ഥലത്തും നമുക്ക് റിസ്ക് ഒന്ന് തന്നെയാണ്. പക്ഷേ റിട്ടേൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ അതായത് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പ്രകാരം അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ പ്രകാരം റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു പോർട്ട്ഫോളിയോ
ഹൈ റിട്ടേൺ പോസിബിലിറ്റിയും ലോ റിസ്ക്കുമാണ് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്താ പറയുക സ്റ്റോക്കുകൾ ഇപ്പം നമുക്കറിയാം ഈ ഒരു 3 സ്റ്റോക്ക് നമ്മൾ കൊടുത്തതിൽ നിന്ന് 3 എണ്ണം ആക്കി ഇവർ ചുരുക്കിയല്ലോ. പക്ഷേ നമുക്ക് എല്ലാ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം. സോ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. നോക്കാം. നമുക്ക് ഇതെല്ലാം ഓരോ പോർട്ട്ഫോളിയോ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ കോമ്പോസിഷൻസ് ആണ്. ഇവിടുന്ന് ഇതുവരെ നമുക്ക് പോകാൻ പറ്റും. ഇതുവരെ പോകുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ അവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ റിട്ടേൺ കുറയുന്നുണ്ട് കണ്ടില്ലേ 3.77 ആയി, 3.8 ആയി അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ആവുമ്പോൾ നമുക്ക് സ്റ്റോക്കിന്റെ എണ്ണം കൂടുന്നുണ്ട്. മിക്ക സ്റ്റോക്കിലും വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പല സ്റ്റോക്കുകളും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം 3 എണ്ണത്തിൽ നിന്ന് ലിമിറ്റ് ചെയ്യാതെ മറ്റ് സ്റ്റോക്കുകളും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓൺലി തിങ് ഈസ് ദാറ്റ് യുവർ ഷാർപ്പ് റേഷ്യോ ഷുഡ് ബി ഹയർ ദാൻ 2. അറ്റ്ലീസ്റ്റ് 2ന്റെ മേലെ നമ്മുടെ ഷാർപ്പ് റേഷ്യോ ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഈ കേസിൽ എനിക്ക് 6 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോഴും ഷാർപ്പ് റേഷ്യോ 3.4 ഉണ്ട്. അതായത് ₹1 ഞാൻ റിസ്ക് ചെയ്യുകയാണെങ്കിൽ ₹3.4 റിവാർഡ് എനിക്കുണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കിലേക്ക് കൂടി ഡൈവേഴ്സിഫൈ ചെയ്യാവുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കുകളെ ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞാലാണ് നല്ലൊരു പോർട്ട്ഫോളിയോ നമുക്ക് ബിൽഡ് ചെയ്യാനും നമ്മുടെ റിസ്ക് മാക്സിമം കുറക്കാനും വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ഭയങ്കരമായിട്ടുള്ള ഭീമമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്പനികളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകളിൽ. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെയാണ് ഭയങ്കര ഭീമമായിട്ടുള്ള സംഖ്യകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒറ്റയ്ക്ക് പഠിക്കാൻ വേണ്ടി നോക്കുക. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് നേടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഒരുപാട് പേർക്ക് ഇത് നല്ല രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു എന്താ പറയുക ലേണിംഗ് സീരീസിൻ്റെ വീഡിയോ ആണ്. സോ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്തിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ സീ യു സൂൺ വിത്ത് അനദർ ഗുഡ് വീഡിയോ. പ്ലീസ് കൺസിഡർ ഷെയറിംഗ് ദ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ബൈ ബൈ.